വീണ സമയത്ത് കുത്തിയതാട്ടോ. വീണ സമയത്ത് അറിയിലൊന്ന് കുത്തിപ്പോയി. അങ്ങനെ എന്ത് സംഭവിച്ചു വെച്ചാൽ കൈ പൊട്ടി. കൈയിൻ്റെ മെയിൻ അസ്ഥി പൊട്ടിപ്പോയി. സപ്പോർട്ട് അസ്ഥി അല്ല, മെയിൻ അസ്ഥി പൊട്ടിപ്പോയി. നമ്മൾ കറക്റ്റ് വലിച്ച് ആ ലെവലിൽ നീർത്തി കൊണ്ടുവരട്ടോ. വളഞ്ഞത് നീർത്തി ആ ലെവലിൽ ജോയിന്റിലാക്കണം, അല്ലെങ്കിൽ കൈ വളഞ്ഞു പോട്ടോ. അങ്ങനെ ജോയിന്റ് വളച്ച് ലെവലാക്കിയിട്ടുണ്ട്. വളഞ്ഞൊക്കെ റെഡിയായി ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ടോ. വളഞ്ഞ കൈ ഉണ്ടാവുക ഫസ്റ്റത്തെ അവസ്ഥ കണ്ടില്ലേ, അവരുടെ അവസ്ഥ കണ്ട നീർന്നു പോയിട്ടോ. ഇനി നമ്മളെന്താ വെച്ചാൽ അത് കെട്ടണം, കറക്റ്റായിട്ട് കെട്ടണം. ആ ലെവലിൽ ഇപ്പം നിൽക്കുന്നുണ്ട്, കറക്റ്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ പച്ചമരുന്ന് അരച്ച് കെട്ടും. അതിൽ കൂടാൻ വേണ്ടിയുള്ള പച്ചമരുന്ന് അരച്ചിട്ട് സ്കെയിൽ വെച്ച് കെട്ടും. അതിനായ പ്രത്യേക സ്കെയിലുകളുണ്ട്. ആ സ്കെയിൽ വെച്ച് കെട്ടും. നമ്മളിവിടെ പ്ലാസ്റ്റർ ചെയ്യില്ല കേട്ടോ. കളരി മർമ്മ ചികിത്സ, നമ്മൾ ചികിത്സ ആയുർവേദമല്ല, മർമ്മ ചികിത്സയാണ്. ഒരുപാട് വൈദ്യങ്ങളുണ്ട്. മുത്തശ്ശി വൈദ്യമുണ്ട്, പാരമ്പര്യ വൈദ്യമുണ്ട്, യൂനാനി ഉണ്ട്, അങ്ങനെ ഒരുപാട് വൈദ്യങ്ങളുണ്ട് കേട്ടോ. മർമ്മ ചികിത്സയാണ്. ഇവിടെ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സിനെ കണ്ട ശേഷം മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ മെയിൻ മർമ്മ ചികിത്സ ചെയ്യുന്നത് കേട്ടോ. ഇതുള്ളത് ഗൂഡല്ലൂരാണ്, കേരള തമിഴ്നാട് ബോർഡറായ ഗൂഡല്ലൂരാണ്. എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ല വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, വിളിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം വന്ന അവർ കേട്ടോ. അവസ്ഥ നോക്കി നല്ല ക്ലിയർ ആയില്ലേ കണ്ടോ. രണ്ടാമത്തെ കിട്ടുവന്നാൽ ഒരു 3-4 കിട്ടിട്ട് പൂർണ്ണമാക്കി മാറ്റും ചെയ്യും കേട്ടോ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.